കുഞ്ഞിമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് ഏത് കഥയാണെന്നോ പറയുന്നത്? മുയലച്ഛനും മുള്ളൻ പന്നിക്കും കാക്കച്ചാർക്കും കരടിയമ്മാവനും ആപ്പിൾ പഴം കിട്ടിയ കഥ. ഒരു ദിവസം നമ്മുടെ മുയലച്ഛൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ആപ്പിൾ മരം കണ്ടു. ആപ്പിൾ മരത്തിൽ ഒരു ആപ്പിൾ പഴം. ഹായ്, ആപ്പിൾ! എനിക്ക് ആപ്പിൾ വളരെ ഇഷ്ടമാണ്. പക്ഷെ എന്താ ചെയ്യാ? ഓ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ പറന്ന് ചെന്ന് ആപ്പിൾ കൊത്തിയെടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു കുരങ്ങനായിരുന്നെങ്കിൽ മരത്തിൽ ഓടിക്കയറി ആപ്പിൾ എടുക്കാമായിരുന്നു. എന്ത് ചെയ്യും? എനിക്ക് മരം കയറാനും അറിയില്ല, പറക്കാനും കഴിയില്ല. അപ്പോഴാണ് നമ്മുടെ മുയലച്ഛൻ അവിടെ മരക്കൊമ്പിലിരിക്കുന്ന കാക്കച്ചാരെ കണ്ടത്. കാക്കച്ചാരിരിക്കുന്നത് ആപ്പിൾ മരത്തിലാണ്. എന്നാൽ കാക്കച്ചാര് ഈ ആപ്പിൾ കണ്ട ലക്ഷണമില്ല. മുയലച്ഛൻ വിളിച്ചു, കാക്കച്ചാരെ, കാക്കച്ചാരെ. എന്താ മുയലച്ച? നമ്മുടെ കാക്കച്ചാര് ചോദിച്ചു. അതെ, നീ ഇരിക്കുന്ന കൊമ്പിന്റെ താഴേക്ക് നോക്കിയേ, ദേ ഒരു നല്ല ആപ്പിൾ പഴം. ആ, ഞാനിപ്പോഴാ കണ്ടത്, കാക്കച്ചാര് പറഞ്ഞു. നീ അതെനിക്ക് പറിച്ചു തരുമോ? കാക്കച്ചാര് ഉടനെ തന്നെ പറന്നു ചെന്ന് ആപ്പിൾ പഴമുള്ള മരക്കൊമ്പിലെത്തി. എന്നിട്ട് തന്റെ കൊക്കുകൾ കൊണ്ട് പഴം പറിച്ചെടുത്തു. എന്നാൽ ആപ്പിൾ പഴവും കൊത്തിക്കൊണ്ട് പറക്കാൻ നമ്മുടെ കാക്കച്ചാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആപ്പിൾ താഴെ വീണുപോയി. ഡും, ദാ ആപ്പിൾ താഴെ വീണു. അയ്യോ, ആപ്പിൾ ഇതാ ഓടുന്നു. ആപ്പിൾ എങ്ങനെയാ ഓടുന്നേ? മുയലച്ഛൻ ഞെട്ടിപ്പോയി. ഇതെന്തൊരു ആപ്പിളാണ്? ഇതെന്ത് മാജിക് ആണ്? ആപ്പിൾ ഓടുന്നു. ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ മുയലച്ഛന് കാര്യം മനസ്സിലായി. കുഞ്ഞുമണികളെ, എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയട്ടെ. കാക്കച്ചാരുടെ കൊക്കിൽ നിന്നും ആപ്പിൾ താഴേക്ക് വീണപ്പോൾ അത് തറയിലല്ല വീണത്, ഭൂമിയിലേക്കല്ല വീണത്, മറിച്ച് ആ ആപ്പിൾ മരത്തിന്റെ താഴെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു മുള്ളം പന്നിയുടെ മുകളിലേക്കാ. ആപ്പിൾ ആ മുള്ളിൽ ചെന്ന് തറച്ചിരുന്നു. മുള്ളൻ പന്നിയാണെങ്കിലോ ഉറക്കത്തിലായിരുന്നു. തന്റെ പുറത്ത് പെട്ടെന്ന് എന്തോ വീണെന്ന് മനസ്സിലാക്കിയതും എന്നെ രക്ഷിക്കണേന്നും വിളിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ മുയലച്ഛന് തോന്നിയത് ആപ്പിൾ ഓടുകയാണെന്ന്. കാര്യം മനസ്സിലാക്കിയതും മുയലച്ഛൻ വിളിച്ചു, ഹേ മുള്ളൻപന്നി, ഓടരുതേ, ഓടരുത്, എന്റെ ആപ്പിൾ ആണ് നിന്റെ മുതുകിൽ ഇരിക്കുന്നത്. ആപ്പിളോ എന്റെ മുതുകിലോ? ഓ! പെട്ടെന്ന് മുള്ളൻ പന്നി ചുറ്റും നോക്കി. ഓ, തന്റെ മുതുകിൽ ആപ്പിൾ! ആഹാ, എനിക്കൊരു ആപ്പിൾ കിട്ടിയല്ലോ. ദാ എന്റെ മുതുകത്തൊരു ആപ്പിൾ ഇരിക്കുന്നു. ഇന്ന് എനിക്ക് വയറ് നിറയെ ആപ്പിൾ പഴം കഴിക്കാമല്ലോ. ആര് പറഞ്ഞു? നമ്മുടെ മുള്ളൻ പന്നി പറഞ്ഞു. ഇത് കേട്ടത് മുയലച്ഛൻ പെട്ടെന്ന് അവിടെ ഓടിയെത്തി. ഹേ, നിന്റെ ആപ്പിൾ പഴമോ? ഇത് ഞാനാണ് കണ്ടത്, ഇത് എന്റെതാ, മുയലച്ഛൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കാക്കച്ചാര് കാ 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 എന്നും പറഞ്ഞുകൊണ്ട് പറന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വഴക്കു കൂടണ്ട, ഇത് എന്റേതാണ്, ഞാനാണ് ഈ ആപ്പിൾ പറിച്ചത്. 3 പേരും കൂടി വഴക്കായി. അല്ല അല്ല അല്ല, ഇത് എന്റെ ആപ്പിളാണ്. അല്ല, നിന്റെ അല്ല, ഇത് എന്റെ ആപ്പിളാണ്. നിങ്ങളുടെ 2 പേരുടെയും അല്ല, ഇത് എന്റെ ആപ്പിളാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 3 പേരും കൂടി വഴക്കായി. ആകെ ബഹളമായി. അപ്പോഴേക്കും ദേ ഒരാള് വരുന്നു. ആരാണെന്നറിയാമോ? ആ, നല്ല വലിപ്പമുള്ള തവിട്ട് നിറമുള്ള കാട്ടിലെ ഒരു അമ്മാവൻ, കരടിയമ്മാവനാണ്. ആ, കരടിയമ്മാവൻ ചോദിച്ചു, എന്താ കുട്ടികളെ ഇവിടെ ഒരു പ്രശ്നം? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അപ്പോൾ മുയലച്ഛൻ പറഞ്ഞു, എന്റെ ആപ്പിളാ, ഈ കാക്കച്ചാര് മുള്ളം പന്നി എനിക്കത് തരുന്നില്ല. കാക്കച്ചാര് പറഞ്ഞു, ഇവൻ കള്ളം പറയുവാ, ഇത് ഞാനാണ് പറിച്ചത്, ഇത് എന്റെ ആപ്പിളാണ്. അപ്പോഴേക്കും മുള്ളംപന്നി പറഞ്ഞു, ഇവരുടെ 2 പേരുടേതുമല്ല, ഇത് തറയിൽ വീഴാതെ പിടിച്ചത് ഞാനാ, അതുകൊണ്ട് ഇത് എന്റേതാ. ഓ! കരടിയമ്മാവൻ അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. അപ്പൊ അമ്മാവൻ പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ വഴക്കുണ്ടാക്കുകയല്ല വേണ്ടത്, മറിച്ച് ഈ ആപ്പിൾ നിങ്ങൾ 3 പേരും കൂടി പങ്കിട്ടെടുക്കുകയാണ് വേണ്ടത്. കാരണം ഈ ആപ്പിൾ ആദ്യം കണ്ടതാരാ?
നമ്മുടെ മുയലച്ചൻ. ഇത് കുത്തിയെടുത്തതോ കാക്കച്ചാര്. ഇത് തറയിൽ വീഴാതെ പിടിച്ചതോ നമ്മുടെ മുള്ളൻ പന്നി. അപ്പൊ 3 പേരും ജോലി ചെയ്തിട്ടുണ്ട്. 3 പേരും കൂടി വേണം ഇത് പങ്കിട്ടെടുക്കാൻ. അമ്മാവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നി. ആപ്പിൾ പങ്കിട്ടെടുക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോ നമ്മുടെ മുള്ളൻ പന്നി തന്റെ മുള്ളുകൊണ്ട് ആപ്പിളിനെ മുറിച്ചു. ആദ്യത്തെ കഷ്ണം നമ്മുടെ മുയലച്ചന് കൊടുത്തു. രണ്ടാമത്തെ കഷ്ണം കാക്കച്ചാർക്ക് കൊടുത്തു. കാക്കച്ചാർക്ക് സന്തോഷമായി. മൂന്നാമത്തെ കഷ്ണം തന്റെ വായിലേക്ക് ഇട്ടു. താനല്ലേ അത് പിടിച്ചത്. മുള്ളൻ പന്നിക്കും ആപ്പിൾ വളരെ ഇഷ്ടമായി. നാലാമത്തെ കഷ്ണം അവൻ എന്ത് ചെയ്തെന്നോ, നമ്മുടെ കരടി അമ്മാവന് കൊടുത്തു. അമ്മാവൻ ചോദിച്ചു, ഇത് നിങ്ങളുടെ ആപ്പിൾ അല്ലേ, എനിക്കെന്തിനാ തരുന്നത്? അപ്പോൾ മുള്ളൻ പന്നി പറഞ്ഞു, അത് ശരിയാണ് അമ്മാവ, എന്നാലും ആപ്പിൾ പഴത്തിന് വേണ്ടി ഞങ്ങൾ വഴക്ക് കൂടിയപ്പോൾ അമ്മാവനല്ലേ ഞങ്ങളെ സഹായിച്ചത്. അമ്മാവന്റെ ഉപദേശം കൊണ്ടല്ലേ ഞങ്ങളുടെ വഴക്ക് തീർന്നത്, എല്ലാവർക്കും ആപ്പിൾ കഴിക്കാൻ പറ്റിയതും. അതുകൊണ്ട് ഇതിലൊരു കഷ്ണം അമ്മാവനും തീർച്ചയായും കഴിക്കണം. കരടി അമ്മാവനും സന്തോഷമായി. കുഞ്ഞുമണികളെ, ഇതാണ് മുയലച്ചനും കാക്കച്ചാർക്കും മുള്ളൻ പന്നിക്കും കരടിയമ്മാവനും ആപ്പിൾ പഴം കിട്ടിയ കഥ. ഇന്നത്തെ കഥ ഇഷ്ടമായോ? ശരി, അപ്പോൾ ഇന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആപ്പിൾ സ്റ്റോറി ക്ലബിലെ കഥകൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ചക്കരക്കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്നറിയോ? ദിയ ഭരത്, ഇഷാൻ മാധവ്, ജതിൻ മാധവ്, ഏകമോള് 4 വർഷമായി നമ്മൾ പറയുന്ന കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. ഒട്ടുമിക്ക കഥകളും മോള് പറയുന്നുണ്ട് എന്നാണ് ഏകമോളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദിയ മോൾക്കും ഇഷാൻ മോനും ജതിൻ മോനും ഏകമോൾക്കും ചക്കരയുമ്മ. വീണ്ടും വീണ്ടും കഥകൾ കേൾക്കുക. കഥ ഇഷ്ടമായോ എന്ന് അറിയിക്കുമല്ലോ അല്ലേ? അച്ഛനമ്മമാരെ, ഇതുപോലെ കഥ പറയുന്ന കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ പേര് കൂടി പറയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പേരുകൾ അറിയിക്കണേ. അതിനുള്ള മാർഗം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.